ചേച്ചി പടം? നല്ല പടം. രാധികയുടെ അഭിനയം വളരെ നന്നായിരുന്നു. ഒരു സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. അതെ, സൂപ്പർ പടം. അഭിനയം എല്ലാവരുടെ അഭിനയം നല്ലതായിരുന്നു. എസ്പെഷ്യലി രാധിക. എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ പടമായിരുന്നു. അതിലൊരു കണ്ടൻ്റ് ഉണ്ട്. ഓക്കെ, ലാസ്റ്റ് ആ കണ്ടൻറ്റ് വളരെ ഇഷ്ടപ്പെട്ടു. പെണ്ണുങ്ങൾ പൈസ സേവിച്ച് വെക്കണം, അത് ഒരു നല്ലൊരു ഒപ്പീനിയനാണ്. അത് പറയാതിരിക്കാൻ തരമില്ല. വളരെ സൂപ്പർ പടം. കൊള്ളാം. നല്ലൊരു മൂവിയാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ്. ശരത് കുമാർ അഭിനയം കൊള്ളാം. നല്ല അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവരും നല്ല രീതിയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. തമിഴ് ഇഷ്ടപ്പെടുന്നവർക്ക് മൂവി അടിപൊളിയാണ്. എങ്ങനെയുണ്ട് പടം? മൂവി സൂപ്പറായിരുന്നു. ക്ലൈമാക്സ് കൊള്ളായിരുന്നു. രാധികയുടെ അഭിനയമൊക്കെ സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു പടം? നല്ല പടമായിരുന്നു, സൂപ്പറായിരുന്നു. എന്താണ് പടത്തിൽ ഇഷ്ടപ്പെട്ടത്? ശരത്കുമാറിന്റെ അഭിനയമൊക്കെ കൊള്ളായിരുന്നു, നല്ല അഭിനയമായിരുന്നു. ഒരു കുടുംബമായിട്ട് കാണാമോ? കുടുംബമായിട്ട് നല്ല സ്റ്റോറിയാണ്. ഇൻകം എങ്ങനെ ഉണ്ടാക്കാം, പെൺകുട്ടികൾക്ക് എങ്ങനെ ജോലി ചെയ്ത് സമ്പാദിച്ച് എങ്ങനെ കഴിവ് തെളിയിക്കാം എന്നുള്ള ഒരു ഫിലിമായിരുന്നു. എങ്ങനെയുണ്ട് മൊത്തത്തിൽ പടം? സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. മലയാളികൾക്ക് സ്വീകരിക്കും? മലയാളികളൊക്കെ സ്വീകരിക്കും. പക്ഷെ നല്ല പടമാണ്. എന്താണ് ഇത്ര ആൾത്തിരക്കില്ലാത്തതാണെന്ന് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ നല്ല പടമാണ്. ലേഡീസിന് കാണാൻ പറ്റിയ നല്ലൊരു പടമാണ്. നല്ലൊരു സ്റ്റോറിയുണ്ട്. ഓഡിയൻസിനോട് എന്താണ് പറയുന്നത്? ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ വന്ന് കാണുക. ലേഡീസിന് സംഭവം നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന പടം. എങ്ങനെ ഒരു ലേഡീസ് സ്വന്തം ജോലി ചെയ്ത് എങ്ങനെ അധ്വാനിച്ചോ ക്യാഷ് ഉണ്ടാക്കാം, ലൈഫിൽ എങ്ങനെ ഇമ്പ്രൂവ്മെൻ്റ് ആവാം എന്നുള്ളൊരു സിനിമയായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു പടം? പടം കൊള്ളാം. ഷീസ് ഡൺ, നല്ല ചെയ്തിട്ടുണ്ട്. എന്താണ് പടത്തിൽ ഇഷ്ടപ്പെട്ടത്? ഒരു മെസ്സേജ്, വിമൻ എങ്ങനെ ജീവിക്കണം എന്നുള്ള ഒരു മെസ്സേജ്. ഐ ലവ് ദാറ്റ്. ഏത് സിറ്റുവേഷനിലും ബോൾഡായിട്ട് ലൈഫിനെ ഫേസ് ചെയ്യണമെന്നുള്ള ഒരു മെസ്സേജ്. ഐ ലവ് ഇറ്റ്.